ഇത് ഒളരിക്കാരൻ ജോസേട്ടൻ്റെ സൺബ്രൈറ്റ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തെ ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിംഗ് ഫാക്ടറി. കുന്നംകുളത്തായിരുന്നു ഈ ഫാക്ടറിയുടെ ജനനം 1993. ഏകദേശം 21 കൊല്ലം മുമ്പ്, അതായത് 1999 അരിമ്പൂരിലെ കൈപ്പള്ളി റോഡിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 13 വയസ്സ് മുതൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഇറങ്ങിയതാണ് ജോസേട്ടൻ. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇലക്ട്രോപ്ലേറ്റിംഗ് കലയുടെ ഹരിശ്രീ കുറിച്ചത്. ഇന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ജോസേട്ടൻ്റെ പരിചയത്തിന് മുന്നിൽ ആധുനിക എഞ്ചിനീയറിംഗ് പോലും തോറ്റുപോകും. ഒളരിയിലെ മേഘ ജിംനേഷ്യം സെൻറ്ററിലെ ആദ്യകാല ബോഡി ബിൽഡറും കൂടിയാണ് ഇദ്ദേഹം. മിസ്റ്റർ കോഴിക്കോടും മിസ്റ്റർ മാസ്റ്റേഴ്സും മിസ്റ്റർ ഒളരിയുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തം. ഈ പ്രായത്തിലും ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന പോലെ ഫാക്ടറിയുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഈ സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാണ്. വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നു. ഇനി കഥയിലെ കാര്യത്തിലേക്ക് വരാം. വാഹനങ്ങളുടെയും മറ്റും മെറ്റൽ പാർട്ടുകൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. എൻ്റെ കാറിൻ്റെ ഗ്രില്ല് പ്ലേറ്റ് ചെയ്യാനാണ് ഇവിടെ എത്തിയത്. വാഹനങ്ങളുടെ അഴിച്ചെടുത്ത ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച ഗ്രീസും ചളിയും മണ്ണെണ്ണ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന ജോലിയിലാണ് കൈപ്പള്ളിയിലെ രജുല ചേച്ചിയും ജയ ചേച്ചിയും. ഇത് HCl ചേമ്പർ. ഇങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന പാർട്ടുകളിൽ ഒരുപാട് തുരുമ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. തുരുമ്പ് എന്നാൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. കളയുന്നതിനായി ഗാഢതയേറിയ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കി വയ്ക്കുന്നു. ഇവിടുത്തെ അധികമായ HCl വേപ്പേഴ്സ് പുറന്തള്ളുന്നതിന് ഫ്യൂം വാക്വം സ്ക്രബ്ബർ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ബഫിംഗ് ചേമ്പർ. തുരുമ്പ് കളഞ്ഞെടുത്ത മെറ്റൽ പാർട്ടുകളിൽ ബഫിംഗ് വീൽ ഉപയോഗിച്ച് മെറ്റൽ ഫിനിഷിംഗ് നടത്തുന്നു. 90, 120, 400 എന്നിങ്ങനെയാണ് ഗ്രേഡിംഗ്. പാലക്കാട് സ്വദേശിയായ ശിവേട്ടനും ജയേട്ടനും കൊഴുക്കുള്ളി മണികണ്ഠനും മെറ്റൽ ഫിനിഷിംഗ് ജോലിയിൽ വ്യാപൃതരാണ്. ജോസേട്ടനും ഇവരോടൊപ്പം തൊഴിലാളിയായി മാറുന്ന കാഴ്ച. തുണിയും എമരി പൗഡറും പശയും ഉപയോഗിച്ച് ബഫിംഗ് വീൽ ഇവർ സ്വയം നിർമ്മിക്കുന്നു. ഇത് ക്ലീനിങ് ചേമ്പർ. മെറ്റൽ ഫിനിഷിംഗ് വരുത്തിയ പാർട്ടുകളിൽ ചോക്ക് പൗഡറും സ്റ്റീലക്സും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് അരിമ്പൂരിലെ ലീല ചേച്ചിയും രുക്മിണി ചേച്ചിയും ബബുലുവുമൊക്കെ തന്നെ. ഇത് ക്ലീൻ ചെയ്യാൻ എമരി ഫൈബർ പോളിഷിംഗ് സോപ്പുകൾ ഉപയോഗിക്കുന്നു. ഇതിന് ശേഷം നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡിൽ കഴുകിയെടുക്കുന്നു. ഇത് നിക്കൽ പ്ലേറ്റിംഗ് ചേമ്പർ. കഴുകിയെടുക്കുന്ന മെറ്റൽ പാർട്ട് നിക്കൽ പ്ലേറ്റിംഗ് ടാങ്കിലേക്ക് മാറ്റുന്നു. PVCയും ഫൈബറും ഉപയോഗിച്ച് ഇത് സീൽ ചെയ്തിരിക്കുന്നു. AC-യെ DC ആക്കി മാറ്റാനുള്ള റെക്ടിഫയർ കാണുമ്പോൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗം ഓർമ്മ വരുന്നു. 5 വോൾട്ട് DC ആണ് ഇതിലൂടെ ഒഴുകിയെത്തുന്നത്. കറണ്ട് കടന്നു പോകാൻ ചേമ്പറിന് മുകളിൽ കോപ്പർ പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പ്ലേറ്റ് ചെയ്യാനുള്ള നിക്കലിനെ ടൈറ്റാനിയം ബാഗുകളിൽ നിറച്ച് ആനോഡാക്കി വെച്ചിരിക്കുന്നു. 1 കിലോ നിക്കലിന് 1800 രൂപയോളമാണ് വില. ഇലക്ട്രോലൈറ്റ് ആയ നിക്കൽ ക്ലോറൈഡ്, നിക്കൽ സൾഫേറ്റ്, pH നിയന്ത്രിക്കാനായി ബോറിക് ആസിഡും ഈ ലായനിയിൽ ഉള്ളതായി കാണാം. ഇതിലൂടെ നിരന്തരം വായു പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലേറ്റ് ചെയ്യേണ്ട മെറ്റൽ പാർട്ടുകൾ കാഥോഡ് പൈപ്പിൽ തൂക്കിയിട്ടിരിക്കുന്നു. 1 മണിക്കൂറോളം നടക്കുന്ന ഈ പ്രവർത്തനം ഫാരഡയുടെ ആദ്യ നിയമത്തിൻ്റെ നേർക്കാഴ്ച ആയിരുന്നു. ഇത് ക്രോമിയം ചേമ്പർ. താഴെ കിലോയ്ക്ക് 650 രൂപയോളം വരുന്ന ക്രോമിയം അടുക്കി വച്ചിരിക്കുന്നു. വേറിട്ട കോൺഫിഗറേഷൻ ഉള്ള ക്രോമിയം ലോഹത്തിനെ ആദ്യമായി കണ്ട സംതൃപ്തിയിലായിരുന്നു ഞാൻ. റെക്ടിഫയറിലൂടെ 8 വോൾട്ട് DC കറണ്ട് ക്രോമിക് ആസിഡിൻ്റെയും ക്രോമിയം സാൾട്ടിൻ്റെയും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെന്ന് തോന്നുന്നു ഇലക്ട്രോലൈറ്റ് ലായനിയിലേക്ക് ആനോഡായ ക്രോമിയത്തിലൂടെ ഒഴുകിയെത്തുന്നു. 10 എണ്ണുന്ന നേരം വരെ പ്ലേറ്റ് ചെയ്യേണ്ട മെറ്റൽ പാർട്ടിനെ കാഥോഡാക്കി ഈ ലായനിയിൽ മുക്കി പിടിച്ചിരിക്കുന്നത് ജോസേട്ടൻ. ഇത് ഗാൽവനൈസിംഗ് ചേമ്പർ. നട്ട് ബോൾട്ടുകൾ സിങ്ക് ഉപയോഗിച്ച് ഗാൽവനൈസേഷൻ നടത്തുന്നു.
1 കിലോ സിങ്ക് ലോഹത്തിന് 420 രൂപയോളം വിലയുണ്ട്. ഈ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം റീസൈക്കിൾ ചെയ്യാൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നു. NaOH ചാർക്കോളുമാണ് ജലശുദ്ധീകരണം നടത്തുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത്. അതെ, കെമിസ്ട്രി പുസ്തകത്താളുകളിൽ കണ്ട നിക്കലും ക്രോമിയവും ഫാരഡയുമൊക്കെ ജോസേട്ടൻ്റെയും മറ്റുള്ളവരുടെയും അന്നാന്നത്തെ അന്നമായി മാറുന്ന ഇവർ വീഴ്ത്തുന്ന വിയർപ്പ് തുള്ളികൾ കാറിൻ്റെയും ബുള്ളറ്റിൻ്റെയും ലോഹത്തിളക്കമായി മാറുന്ന കാഴ്ച. ജോസേട്ടനോടും മാനേജർ അരിമ്പൂരിലെ ശ്രീകുമാരി ചേച്ചിയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കണ്ണിൽ ലോഹത്തിളക്കവും മനസ്സിൽ മൈക്കൽ ഫാരഡയും മായാതെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കണ്ട കാഴ്ചകൾ അത് വെറുതെ കാണിച്ചു തന്നതല്ല. അതതിൻ്റെ ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ക്ലാസ്സിൻ്റെ ഇപ്പോൾ നമ്മൾ ബോർഡും എഴുതി കാണിച്ചു തരാൻ പോകുന്ന ഇക്വേഷനുകൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷനിൽ നിന്നിട്ട് ബോർഡ് വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ അതൊരു വലിയ ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ ഉള്ളിൽ ലൈറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വേറൊരു പുറത്തൊരു വീട്ടുമുറ്റത്തേക്ക് ഈ ക്ലാസ് മാറ്റേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അങ്ങനെ തന്നെ പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠത്തിനെ പല മൊഡ്യൂളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിലെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് concept in electrolysis. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് ഇൻ ഇലക്ട്രോളിസിസ്, ഇതാണ് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ അതിലാദ്യം ക്വാളിറ്റി എന്നാൽ എന്താണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇലക്ട്രോളൈസിസ് എന്നാൽ എന്താണെന്ന് കണ്ടു. അതാണ് നമ്മൾ ഇവിടെ നിക്കലൊക്കെ കൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് റെക്ടിഫയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ AC കറണ്ടിനെ DC കറണ്ടാക്കി മാറ്റുന്നത്. അപ്പോൾ DC കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ബോർഡുമ്മലത്തെ ക്ലാസ് നീങ്ങാൻ പോകുന്നത്. നമ്മൾ അവിടെ കണ്ടതും DC കറണ്ടായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ DC കറണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ DC കറണ്ട് എന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ന് മാത്രമല്ല എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി മെഷർ ചെയ്യുക? ക്വാളിറ്റി മെഷർ ചെയ്യാൻ വെച്ചാൽ എന്ത് വസ്തുക്കളുടെയും ക്വാളിറ്റി എന്താണ് അതിലുള്ളത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് H2O. അപ്പോൾ H2Oയിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ H2O ഒരു പാത്രത്തിൽ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ വലിയ ഒരു ഗ്ലാസിൻ്റെ ബീക്കറിൽ H2O വെള്ളം എടുക്കുകയാണ്. ആ വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ 2 മെറ്റൽ വയറുകളെ കണക്ട് ചെയ്യുന്നു. ആ മെറ്റൽ വയറുകളെ കണക്ട് ചെയ്ത് അതിനെ ഒരു ബാറ്ററിയുടെ DC ആയിട്ട് കണക്ട് ചെയ്യുക. കോപ്പർ വയറാവാം, പ്ലാറ്റിനം ആവാം, സിൽവർ ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു 2 ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ 2 ഭാഗത്തു നിന്നും ഈ ഒരറ്റത്തു നിന്നും ബബിൾസ് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടംപോലെ നേരമുണ്ട് എല്ലാവർക്കും ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വളരെ സൂക്ഷ്മം പരിശോധിച്ചാൽ ഈ പറഞ്ഞ കാഴ്ച കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എന്താണ് ആ വരുന്നത് എന്ന് നമുക്ക് കുട്ടികളായ നിങ്ങൾക്കും എല്ലാവർക്കും ഞാനും ചെറുപ്പത്തിൽ ചിന്തിച്ച പോലെ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും, എന്താണ് വരുന്നത്. അപ്പോൾ എന്താണ് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ള പരീക്ഷണമാണ് പണ്ട് തൊട്ട് ഷിലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റൊക്കെ ഇത്തരത്തിലാണ്, മൈക്കൽ ഫാരഡെ ഒക്കെ ഇത്തരത്തിലാണ് ഈ പരീക്ഷണം തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് വരുന്നത്, ആ കുമിളകൾ എന്താണ്, ആ കുമിളകളെ പറ്റി കാണാനും അവരെ സ്വഭാവങ്ങൾ പരിശോധിക്കാനൊക്കെയാണ് പോകുന്നത്. അതാണ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നത്. എന്ത് കറണ്ട്? DC കറണ്ട് കടത്തി വിടുന്നത്. അപ്പോൾ നോരയും പതിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മണത്ത് നോക്കും. അപ്പോൾ പ്രത്യേകിച്ച് മണമൊന്നും കണ്ടില്ല.
പിന്നെ നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ എന്താണ് ഈ ഗ്യാസ് വരുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കും. ആ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് ഈ ഗ്യാസ് വരുന്നിടത്ത് ഇവിടെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ ഗ്യാസ് ഇവിടെ നിന്ന് വരണമെങ്കിൽ ഏത് ഗ്യാസ് ആയെന്ന് നമുക്കറിയില്ല. ഈ ഗ്യാസ് വരുന്നിടത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു പിടിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വരുന്ന ഗ്യാസ്, ഇവിടെ നിന്ന് കടന്നു വരുന്ന ഗ്യാസ് അത് കത്തുന്നു എന്ന് കണ്ടു. അതായത് ഈ ഗ്യാസ് കമ്പസ്റ്റബിൾ ആണെന്ന് മനസ്സിലായി. ആ വെള്ളത്തിൽ നിന്ന് വന്ന ഈ ഗ്യാസ് കത്താണ്. ഇവിടെ നിന്നിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നിട്ട് തീ കത്തുന്നതായിട്ട് കാണാൻ പറ്റും, എക്സ്പ്ലോസീവ് സൗണ്ടോടുകൂടി. ഇനി ആ തീപ്പെട്ടിക്കൊള്ളി ഞാൻ ഇവിടെയാണ് വെച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഇവിടെ വെച്ച തീപ്പെട്ടിക്കൊള്ളി ആളി കത്താൻ തുടങ്ങി. ഗ്യാസല്ല കത്തുന്നത്, തീപ്പെട്ടിക്കൊള്ളി ആളി കത്താൻ തുടങ്ങി. അതായത് കത്താൻ സഹായിച്ചു, കത്തുവാൻ സഹായിച്ചു. ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്യാസ് ഹെൽപ്പ് ഫോർ കമ്പസ്റ്റൻ. ഇനി നിങ്ങളോട് ചോദിക്കണം, അപ്പോൾ ഒരു ഗ്യാസ് കത്തി, ഒരു ഗ്യാസ് കത്താൻ സഹായിച്ചു. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? എപ്പോഴാണ് കത്തുക? ഏത് സാധനം കത്തണമെങ്കിൽ ആര് വേണം? വായു വേണം, അല്ലെങ്കിൽ ഓക്സിജൻ വേണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് വന്ന ഗ്യാസ് ആരാണ്? ഓക്സിജനാണ്. കത്തുന്ന വാതകം ഏത്? ഒരുപാട് വാതകങ്ങളുണ്ട്, പക്ഷേ വെള്ളത്തിൽ നിന്ന് ഉണ്ടാകുന്നതും കത്തുന്നതുമായിട്ടുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റണം. അതാരാ? ഹൈഡ്രജനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് H2O ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന ഗ്യാസ് ആരാ? ഹൈഡ്രജനും. ഇവിടെ നിന്ന് വന്ന ഗ്യാസ് ആരാ? ഓക്സിജനാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ മനസ്സിലാക്കലാണ് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് വെള്ളത്തിൻ്റെ ക്വാളിറ്റി? വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? വെള്ളത്തിലെ ഉള്ളിലോ എന്താണ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാണ് വെള്ളം എന്ന് പറയുന്ന സാധനം, വെള്ളം H2O അല്ലേ? ഇത് നമുക്കൊന്നും കൂടി എഴുതാം. H2O എന്ന് പറയുന്നത് സാധാരണ DC കറണ്ട് കടന്നു പോകുമ്പോൾ ആ വെള്ളം അത് 2H+ പ്ലസ് ഓക്സിജൻ 2- ആയിട്ട് മാറും. ഈ 2H+കൾ 2 ഇലക്ട്രോൺ, അതായത് ഒരു H+, 1 ഇലക്ട്രോൺ, 2H+, 2 ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആരായിട്ട് പുറത്തേക്ക് വന്നു? ഹൈഡ്രജനായിട്ട് പുറത്തേക്ക് വന്നു. O2- എന്നുള്ളത് ആ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി ഹാഫ് O2 ആയിട്ട് പുറത്തേക്ക് വരണം. അപ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ മേടിച്ചു, ഇവിടെ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ സൈഡ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇക്വേഷൻ സൈഡ് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഇക്വേഷൻ സൈഡിലേക്ക് നമ്മൾ നോക്കണ്ട. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് വെള്ളത്തിൽ നിന്ന് ഉണ്ടായത്. ഹൈഡ്രജനും കിട്ടി, ഓക്സിജനും കിട്ടി. ഇനി ആ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ എവിടെ കിട്ടിയത്? ഇവിടെ കിട്ടിയത്. ഓക്സിജൻ എവിടെ കിട്ടിയത്? ഇവിടെ കിട്ടിയത്. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് +1 ചാർജ് ആയിരുന്നു. ഹൈഡ്രജൻ അത് പുറത്തേക്ക് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് ഇല്ലാണ്ടായി അല്ലേ? +1 ചാർജിൽ നിന്ന് ചാർജ് ഇല്ലാണ്ടായി, ചാർജ് കുറഞ്ഞു. വില കുറവാണ് അല്ലേ? ഇപ്പോൾ മിക്കവാറും നമ്മൾ കടകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ കടയിലൊക്കെ കച്ചവടം കുറവായതുകൊണ്ട് വില കുറഞ്ഞു, വില കുറയുക. അപ്പോൾ നമ്മൾ എന്ത് സെയിൽ എന്നാണ് പറയുക? വില കുറവിന് റിഡക്ഷൻ സെയിൽ അല്ലേ? അപ്പോൾ ഇവിടെ സംഭവിച്ച പ്രക്രിയ എന്താണോ ഇവിടെ സംഭവിച്ചത്? ഇതിൻ്റെ ചാർജ് +1 നിന്ന് ചാർജ് കുറഞ്ഞു. ചാർജ് കുറയുന്ന പ്രക്രിയ എന്താണോ അത് റിഡക്ഷനാണ്. അപ്പോൾ ഇവിടെ 2- നിന്ന് 0 ചാർജായി, ചാർജ് കൂടിയിട്ടുണ്ട്. ചാർജ് കൂടുന്നത് അപ്പോൾ എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ചാർജ് കുറയുന്നത് റിഡക്ഷനും, ചാർജ് കൂടുന്നത് ഓക്സിഡേഷൻ. അതൊക്കെ നമ്മുടെ റിഡോക്സ് റിയാക്ഷനിൽ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറയുക. ഇനി വില കൂടുക, വില കൂടുന്നത് എന്താണ്? ഓക്സിഡേഷൻ. ഇനി ഏത് ഭാഗത്താണ്? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഏത് ഇലക്ട്രോഡിലാണോ റിഡക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വഴി പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനുള്ള ഓരോ എളുപ്പവഴികളാണ്. അപ്പോൾ ഏത് ഇലക്ട്രോഡിലാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അത് നമ്മൾ ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്കൊരു കാര്യമുള്ളൂ. എന്താണ്? മലയാളത്തിൽ വേണമെങ്കിൽ വഴിക്കൂടെ പോകുന്ന ഒരാളോട് ചോദിക്കണം ഏത് ഭാഗത്താണ് ഓക്സിഡേഷൻ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ആവോ. അതായത് ഓ എന്ന് ഞാൻ പറയുന്നു, അത് ഓ നമ്മൾ പറയുന്ന പോലെ ഇവിടെ പറഞ്ഞ മീനിങ് ഇതാണ്. ആ ഓ, അതായത് ആ ഓ, ആ ഓ ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ എന്ന് എന്ന് പറയുന്നത് എന്താണ്? ആനോഡ്. ഓ എന്താ? ഓക്സിഡേഷൻ. അപ്പോൾ ആനോഡിലാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ എവിടെ ഓക്സിഡേഷൻ നടക്കുക, എവിടെ റിഡക്ഷൻ നടക്കുക? ആ ഓ എന്ന് ഓർത്ത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ആനോഡിൽ ഓക്സിഡേഷനും, അപ്പോൾ കാഥോഡിൽ സ്വാഭാവികമായിട്ട് എന്താ? റിഡക്ഷനും.
ഫിസിക്സുകാർ പ്ലസും മൈനസ് എന്നൊക്കെ പറയാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണ് ഇതവിടെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചത്, ഹൈഡ്രജൻ്റെ ചാർജ് കുറഞ്ഞു വെച്ചാൽ ചാർജ് കുറയുക, റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ എവിടെയാണ് റിഡക്ഷൻ സംഭവിച്ചത്? കാഥോഡിലും. ഓക്സിജൻ എവിടെ കിട്ടിയത്? ഓക്സിജൻ ആനോഡിലാണ് കിട്ടിയത്, അവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഓക്സിജൻ എവിടെ കിട്ടിയത്? ആനോഡിലുമായിരിക്കും. അപ്പോൾ ആനോഡിൽ ഓക്സിജനെ കിട്ടി, കാഥോഡിൽ ഹൈഡ്രജനെ കിട്ടി. ഇതാണ് ഇന്നത്തെ ഹൈബ്രിഡ് കാറുകളുടെയൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം വെച്ചാൽ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന മിക്കവാറും വണ്ടികളിൽ ഇതൊക്കെയാണ് നടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചു. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ pH ഒന്നും അല്ല പരിശോധിക്കുന്നത്, വെള്ളത്തിൽ എന്തുണ്ടെന്ന് പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി, ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ക്ലിയർ ആയില്ല? അപ്പോൾ അടുത്ത ഒരു പരീക്ഷണം, എല്ലാം പരീക്ഷണം, നിരീക്ഷണം, നിഗമനം, ഈ കാര്യങ്ങളെ ആശ്രയിച്ച് മാത്രം ഇരിക്കും. അപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് NaCl. അപ്പോൾ ഇതിനെ ഉരുക്കുക, അല്ലെങ്കിൽ ഉരുക്കുക. അപ്പോൾ ഞാനതിനെ ഒരു വാക്ക് മോൾട്ടൻ എന്ന് എഴുതിയിട്ടാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. മോൾട്ടൻ NaCl ഒരു വലിയ പാത്രത്തിൽ, കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് പ്രായോഗികത നമുക്ക് കുറവാണ്, കാരണം നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് ഉരുക്കാനായിട്ട് ഉയർന്ന ടെമ്പറേച്ചറൊക്കെ വേണം. അപ്പോൾ ഉപ്പിനെ ഉരുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്ന സാധനം ഉരുക്കി കഴിഞ്ഞാൽ അത് Na+ ആവും, +Cl- ആവും. അയോണിക് ബോണ്ട് ഉള്ളത് കൊണ്ടൊക്കെയാണ് ഉരുക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഈ സാധനം ഉരുകിയ ഈ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോളിസിസ് നടത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ DC കറണ്ട് കൊടുക്കണം. അപ്പോൾ DC കറണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് Na+ എന്നുള്ളത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സോഡിയമായിട്ട് മാറി. Cl- എന്നുള്ളത് ½ എന്ന് ഞാൻ എഴുതുന്നത്, ½ പ്ലസ് ഒരു ഇലക്ട്രോൺ. ഈ ക്ലോറിൻ പുറത്തേക്ക് വരും, സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും. മെറ്റലുകൾ ഡെപ്പോസിറ്റ് ചെയ്യും, ഗ്യാസുകളാണെങ്കിൽ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കണ്ടാൽ മനസ്സിലാക്കിയ കാര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ -1 ചാർജ് 0 ചാർജായി. അപ്പോൾ ചാർജ് കൂടുകയല്ലേ ചെയ്തത്. ചാർജ് കൂടുന്നത് എന്താണ്? ഓക്സിഡേഷനാണ്. +1 ചാർജ് 0 ചാർജായി, ചാർജ് കുറഞ്ഞു. ചാർജ് കുറയുന്നത് എന്താ? റിഡക്ഷൻ അല്ലേ. അപ്പോൾ ഈ ചാർജ് കൂടിയത് എവിടെയാണോ, ഇതെവിടെയാണ്? ആനോഡിലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും. ഇത് ആനോഡിൽ, ഇത് കാഥോഡിൽ. അപ്പോൾ സോഡിയം എവിടെ കിട്ടി? കാഥോഡിൽ കിട്ടി. ക്ലോറിൻ എവിടെ കിട്ടി? ആനോഡിൽ കിട്ടി. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, സോഡിയം ക്ലോറൈഡിനെ ഉരുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കാഥോഡിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ഉണ്ടാകും. ഇതാണ് ക്വാളിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും സംശയങ്ങൾ വരാം. നമ്മുടെ സംശയങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ നോക്കണം. ഇതൊക്കെ നമുക്ക് എഴുതി പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ കണ്ടു പഠിക്കുന്നതോടുകൂടി ഒന്ന് എഴുതാനുള്ള ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നേരത്തെ വെള്ളം എടുക്കണം, പിന്നെ ഇപ്പോഴത്ത ഉപ്പ് എടുക്കണം. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ വിളിക്കുന്നത് ജലീയ ലായനി. മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ എക്വസ് സൊല്യൂഷൻ ഓഫ് NaCl. ഉണ്ടായതാണ് നമ്മൾ നേരത്തെ ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ലാബിൽ അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ കണ്ട ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എക്വസ് സൊല്യൂഷൻ ഓഫ് NaCl. അപ്പോൾ നമ്മൾ ഉപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിട്ടാ. ഉപ്പ് അല്ലേ, വെള്ളം ഒഴിക്കുകയാണ്, ഉപ്പ് മാറുക ഇങ്ങനെയാണ്, Na+ Cl-. വെള്ളം പ്രശ്നമാണ്. ആ വെള്ളം ഇവിടെ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത പോലെ അല്ല ഇവിടെ സ്പ്ലിറ്റ് ആവണം. ഇവിടെ സ്പ്ലിറ്റ് ആവണത് H+ OH- എന്ന് തന്നെയാണ്. H+ OH-. അപ്പോൾ വെള്ളവും ഉപ്പും കൂടി കലർന്നു. അപ്പോൾ വെള്ളവും ഉപ്പും കൂടി കലരുമ്പോൾ നമുക്ക് എത്ര അയോണുകളുണ്ട്? Na+ അയോണുണ്ട്, H+ അയോണുണ്ട്, Cl- അയോണുണ്ട്, OH- അയോണുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 അയോണുകളെ വെച്ചുകൊണ്ടാണ് നമ്മുടെ പരീക്ഷണം നമ്മൾ വീണ്ടും തുടങ്ങാൻ പോകുന്നത്. ഇതെല്ലാവരും കണ്ടു. അങ്ങനെ ഈ പരീക്ഷണം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ആവർത്തിക്കാനായിട്ട് ഞാനിവിടെ കാഥോഡ് ഒരു ആനോഡ് ഫിറ്റ് ചെയ്തു. അതിനുശേഷം DC കറണ്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ DC കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ബബിൾസ് വരുന്നുണ്ട്, ഇവിടെയും ബബിൾസ് വരുന്നതായിട്ട് കണ്ടു. ബബിൾസ് വരുന്നതായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു.
അപ്പോൾ തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് നോക്കിയപ്പോൾ ആ തീപ്പെട്ടിക്കുള്ളിമ കത്തിയിട്ട് ഈ വരുന്ന ഗ്യാസ് നിന്ന് കത്താൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കത്തുന്ന വാതകം ഇവിടെ ആരാ? ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ പുറത്ത് വന്നു എന്ന് മനസ്സിലായി. നേരത്തെ പോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണ്, തീപ്പെട്ടിക്കുള്ളി കത്തിച്ചു നോക്കി. അപ്പോൾ തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് കഴിഞ്ഞപ്പോൾ തീപ്പെട്ടിക്കുള്ളി ഒന്നും ആളി കത്തണില്ല, പക്ഷെ നോക്കിയപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇതിലെ കാഴ്ച കണ്ടിട്ടൊന്നുമല്ല കണ്ണ് നിറഞ്ഞത്. കണ്ണ് നിറയാനുള്ള കാരണം കരയിപ്പിക്കുന്ന വാതകം അതതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. പിന്നെ ഞങ്ങൾ ആ ഫാക്ടറിയിൽ പോയപ്പോൾ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ചേമ്പറിലേക്ക് കിടന്നപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സഫോക്കേഷൻ ഉണ്ടായി. അത്രയ്ക്കൊക്കെ റിസ്കിലാണ് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആ കരയിപ്പിക്കുന്ന വാതകം ക്ലോറിൻ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതെവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇത് ആനോഡിലായിരിക്കും. ഇതെവിടെ വന്നിട്ടുണ്ടാവുക? ഇത് കാതോഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതും പുറത്തേക്ക് വന്നു. ബാക്കി ആരുള്ള? ഒന്നും കൂടിയും ആരൊക്കെ പുറത്തേക്ക് വന്നു? ഹൈഡ്രജനും പുറത്തേക്ക് വന്നു, ക്ലോറിനും പുറത്തേക്ക് വന്നു. ബാക്കി ആരാ നിൽക്കുന്നത്? സോഡിയവും OH- അവിടെ ബാക്കിയുണ്ട്. ദെർഫോർ ഞാനിങ്ങനെ എഴുതും, റിസൾട്ടിങ് സൊല്യൂഷൻ കണ്ടെയ്ൻ ആരൊക്കെയാ? Na+ ഉണ്ട്, OH- ഉണ്ട് അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം കേട്ടിട്ടുണ്ട്. കാസ്റ്റർ കെൽനർ സെൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയർ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിലൊക്കെ ഇത് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അതിൻ്റെ മുഴുവൻ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് റിസൾട്ടിങ് സൊല്യൂഷൻ കണ്ടെയ്നിങ് Na+, OH-. NaOH ആയിട്ടാണെങ്കിൽ ആ ലായനിയുടെ സ്വഭാവം എന്തായിരിക്കും? ആ സൊല്യൂഷൻ ആൽക്കലി ആയിരിക്കും. ഇങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം NaOH ഉണ്ടാക്കിയത്. പക്ഷേ ഇക്കൊല്ലം നമ്മൾ പഠിക്കുന്നത് അതല്ല. സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനി എക്കോ സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്താണ് ഉണ്ടാവുക? ആനോഡിൽ ആരെ കിട്ടി? കാതോഡിൽ ആരെ കിട്ടി? റിസൾട്ടിങ് സൊല്യൂഷനിൽ എന്തുണ്ടായി? അപ്പോൾ ഒരു ക്വാളിറ്റിയിലേക്ക് മാത്രം നമ്മളിപ്പോൾ ഇന്ന് ഒതുങ്ങി നിൽക്കുന്നത്. ക്വാളിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ക്വാണ്ടിറ്റി നമ്മൾ എത്ര കിട്ടി എന്ന് പഠിക്കുമ്പോഴാണ് അത് ക്വാണ്ടിറ്റി ആവുക. ഇനി വീണ്ടും അപ്പോൾ ഇതൊക്കെ ഇലക്ട്രോളിസിസ് നടത്താനായിട്ട് നമ്മൾ ഒന്നുകിൽ കോപ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിക്കുക. പ്ലാറ്റിനൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റാണ്. CuSO4 എന്നറിയപ്പെടുന്ന തുരിശ് ലായനിയെ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമ്മൾ കറണ്ട് കടത്തി വിടുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് CuSO4 പ്ലസ് വെള്ളം അല്ലേ? അപ്പോൾ ഇത് രണ്ടും Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. വെള്ളത്തിലാണെങ്കിൽ H+ ഉണ്ട്, വെള്ളത്തിൽ OH- ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റണമെന്ന്. അങ്ങനെ ഞാനിതിലേക്ക് കറണ്ട് കടത്തി വിടുന്നു. അങ്ങനെ കറണ്ട് കടത്തി വിടുമ്പോൾ ഈ കോപ്പർ 2+ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ 2 ഇലക്ട്രോഡ് ഇവിടെ ഫിറ്റ് ചെയ്തു. കോപ്പർ ഇലക്ട്രോഡും വയ്ക്കാം, മറ്റ് ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ കോപ്പർ 2+ൻ്റെ ഇലക്ട്രോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുക ഈ ഭാഗത്ത് എന്തോ സാധനം വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടും. എന്ന് വെച്ചാൽ കട്ട കൂടി വരും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വെള്ളത്തിലുള്ള കോപ്പർ 2+ 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആരായിട്ട് പുറത്തേക്ക് വന്നു? പുറത്തേക്കല്ല, അടിഞ്ഞുകൂടി കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ട് 2+ ഇവിടെ ചാർജ് കുറയാണ് ചെയ്തത്. ചാർജ് കുറഞ്ഞത് റിഡക്ഷനാണെന്ന്. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി? കാതോഡിലാണെന്ന് മനസ്സിലായി. ഇനി ഇപ്പുറത്തേക്ക് അന്വേഷിക്കുകയാണ്. ഇപ്പുറത്തേക്ക് അന്വേഷിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ബബിൾസ് വരുന്നുണ്ട്. ആ ബബിൾസ് വരുന്നതിലേക്ക് തീപ്പെട്ടിക്കൊള്ളി വെച്ചു. തീപ്പെട്ടിക്കൊള്ളി ആളി കത്താൻ തുടങ്ങി. ആ ആളി കത്താൻ തുടങ്ങിയപ്പോൾ അതാരാന്ന് മനസ്സിലായി? ഓക്സിജൻ ആണെന്ന് മനസ്സിലായി. ആ ഓക്സിജൻ ഇവിടെ നിന്നും വരാം. ശരിക്കും അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് OH- എന്ന് പറയുന്നത് ഇങ്ങനെ ഓക്സിജൻ 2- ഹൈഡ്രജൻ +1 ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ 2- ½ O2 + 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ പുറത്തേക്ക് വരും. ബാക്കി ഇപ്പോൾ ആരുണ്ട്? H+ ഉണ്ട്. ഇവിടെ ആരുണ്ട്? H+ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് therefore റിസൾട്ടിങ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 H+ ഉണ്ട്. ആരുണ്ട്? SO4 2- ഉണ്ട്. ഇതാരാ? H2SO4 അല്ലേ? ഇങ്ങനെയാണ് ഈ സൊല്യൂഷൻ ആരായിട്ട് മാറിയത്? അസിഡിക്കായിട്ട് മാറിയത്. അപ്പോൾ സൊല്യൂഷൻ്റെ ക്യാരക്ടർ എന്തായിട്ട് മാറി? അസിഡിക്കായിട്ട് മാറി. അപ്പോൾ ക്വാളിറ്റി കിട്ടി. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഇത് ക്രോഡീകരിച്ചിട്ട് പറഞ്ഞിട്ട്
നമുക്കതിനെ ഒരു ചാർട്ടാക്കി മാറ്റാം. അപ്പോൾ എക്കോ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റിനെ ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ കോപ്പർ കാഥോഡിൽ കിട്ടി, ഓക്സിജൻ ആനോഡിൽ കിട്ടി, വെള്ളത്തിൽ H+ഉം SO4 2- ഉണ്ടായി. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ AgNO3, ഇതിൻ്റെ പേര് സിൽവർ നൈട്രേറ്റോ സിൽവർ ക്ലോറൈഡോ ആരൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇതേപോലെ ഇതിൻ്റെ എക്കോ സൊല്യൂഷൻ എടുത്തു. ആ എക്കോ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ Ag+ ഉണ്ടാവും, NO3- ഉണ്ടാവും, H+ ഉണ്ടാവും, OH- ഉണ്ടാവും. ഈ പാത്രത്തിലേക്ക് ഞാൻ ഇലക്ട്രോഡുകൾ അപ്ലൈ ചെയ്യാണ്. ഇലക്ട്രോഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ Ag+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി, Ag ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ആരോടക്കും H+. ഇപ്പുറത്ത് നോക്കുമ്പോൾ OH- ഓക്സിജൻ ഹാഫ് O2 ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ ബാക്കി ആരുണ്ട്, H+ ഉണ്ട്. ഇവിടെ ആരാ നിൽക്കുന്നത്, NO3- ഉണ്ട്. അപ്പോൾ NO3- H+ കൂടി ചേർന്നാൽ സൊല്യൂഷൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അപ്പോൾ സിൽവർ നൈട്രേറ്റിൻ്റെ ജലീയ ലായനിയെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കാഥോഡിൽ ആരെ കിട്ടി, സിൽവർ കിട്ടി, ആനോഡിൽ ആരെ കിട്ടി, ഓക്സിജൻ കിട്ടി. റിസൾട്ടിങ് സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ ആൻഡ് NO3- എന്ന് പറഞ്ഞാൽ അസിഡിക് ആയിട്ട് മാറും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്, ക്യാരക്ടർ നമുക്ക് കിട്ടി. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ളൊരു ജോലി ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുന്നു, ഇവിടെ കാഥോഡ് എന്ന് എഴുതുന്നു, ഇവിടെ ആനോഡ് എന്ന് എഴുതുന്നു, ഇവിടെ റിസൾട്ടിങ് സൊല്യൂഷൻ. അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് ഞാൻ പറയാം, കാഥോഡ് ആനോഡൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. റിസൾട്ടിങ് സൊല്യൂഷനിൽ എന്ത് കിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 1 H2O എന്താണ് കിട്ടുകയെന്ന് എഴുതണം. 2 NaCl ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്ന വാക്ക് മോൾട്ടൺ. 3 Aqueous NaCl. 4 Aqueous CuSO4 യൂസിങ് ബ്രാക്കറ്റിൽ ഞാൻ പ്ലാറ്റിനം ഇലക്ട്രോഡ്, PT ഇലക്ട്രോഡ്. 5 Aqueous AgNO3. 6 Aqueous CuSO4 യൂസിങ് കോപ്പർ ഇലക്ട്രോഡ്. ഇതിൻ്റെ ഉത്തരം അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക, 6ാമത്തെ. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനായിട്ട്. അപ്പോൾ ഏത് ഇലക്ട്രോലൈറ്റിനെയും കറണ്ട് കടത്തി വിട്ടുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ടുകളൊക്കെ ആക്കി മാറ്റാം. അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും പറഞ്ഞത്. ഇനിയുള്ളത് ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റിയാണ് ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടിയത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വാളിറ്റിയും, എത്ര ഗ്രാം കിട്ടിയെന്ന് പറയുന്നത് അത് ക്വാണ്ടിറ്റിയുമാകുന്നു. എന്ത് കിട്ടി, അത് ക്വാളിറ്റി. എത്ര കിട്ടി, അത് ക്വാണ്ടിറ്റി. ഇതാണ് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ H+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഹൈഡ്രജനായി അല്ലേ. ഇനി ഞാൻ പറയുന്നത് ഇതിനിങ്ങനെ വായിക്കാൻ, ഒരു മോള് H+ന് ഒരു മോള് ഇലക്ട്രോൺ കിട്ടിയാൽ അതിൽ നിന്ന് 1 മോള് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാം. 1 മോള് ഹൈഡ്രജൻ്റെ ഭാരം 1 ഗ്രാം. മനസ്സിലായ? 1 മോള് ഇലക്ട്രോൺ ഒഴുകിയാൽ 1 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാകും. 1 മോള് ഇലക്ട്രോണിനെ ഒഴുക്കാൻ ആവശ്യമായ ചാർജ് എത്രയാണോ അതിന് 96,500 കൂളംബ് വേണ്ടി വരും എന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ സംഖ്യേനെ നമ്മൾ ഫിസിക്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും 1 ഫാരഡേ.
അപ്പോൾ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനോ മേടിക്കാനോ ആവശ്യമായിട്ട് വരുന്ന ചാർജ് എത്രയാണോ 96,500 കൂളമ്പാണ്. ആ 96,500 കൂളമ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 ഫാരഡേ. അതായത് 1 ഫാരഡേ 96,500 കൂളമ്പ് ഒഴുകിയാൽ എന്ത് കിട്ടും? 1 ഗ്രാം ഹൈഡ്രജൻ കിട്ടും. അപ്പോൾ 2 ഫാരഡേ ഒഴുകിയാലാ നമുക്കറിയാം 2 ഗ്രാം ഹൈഡ്രജൻ കിട്ടും അല്ലേ? അപ്പോൾ 10 ഫാരഡേ ഒഴുകിയാലാ 10 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇതെന്താ ഈ എഴുതിയത് ചാർജാണ് അല്ലേ? ചാർജിനെ ഫിസിക്സിൽ നിന്ന് വിളിക്കുക ക്യൂ എന്നല്ലേ? ഈ എഴുതിയത് എന്താ? വെയിറ്റ് അല്ലേ? ആ വെയിറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഡബ്ല്യു എന്നല്ലേ? അപ്പോൾ ചാർജും വെയിറ്റും തമ്മിലുള്ള ബന്ധം നോക്കിയേ. ചാർജ് കൂടിയാൽ വെയിറ്റ് കൂടുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും ക്യൂ എന്നറിയപ്പെടുന്ന ചാർജും വെയിറ്റും തമ്മിൽ നേരെ ആനുപാതികത്തിലാണ്. ദിസ് ഈസ് കോൾഡ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നമുക്ക് ഇക്വേഷൻ മതി. ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ എത്ര ചാർജാണോ ഒഴുകിയത് അത്ര ഗ്രാം അവിടെ ഉണ്ടായിട്ടുണ്ടാകും. എത്ര ചാർജ് ഒഴുകി അത്ര ഗ്രാം കിട്ടി. ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എത്ര ഗ്രാമാണോ കിട്ടിയത്, എത്ര ഗ്രാം സബ്സ്റ്റൻസ് ആണോ കിട്ടിയത്, അല്ലെങ്കിൽ എത്ര ഗ്രാമാണോ ലിബറേറ്റ് ചെയ്തത്, എത്ര ലിറ്ററാണോ ലിബറേറ്റ് ചെയ്തത്, അത് അതിലൂടെ ഒഴുകിയ കറണ്ടിന് നേരെ അതിൽ കൂടെ ഒഴുകിയ ചാർജിന് നേരെ ആനുപാതികമായിരിക്കും. എത്ര ചാർജ് ഒഴുകിയിട്ടുണ്ടോ അത്ര ഗ്രാം അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഏത് ലോ? ഫാരഡേയുടെ ഫസ്റ്റ് ലോ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല, ഇന്നത്തെ മറ്റേ ക്ലാസ്സിൽ കണ്ടതും അല്ലെങ്കിൽ ഇന്നത്തെ ഫാക്ടറിയിൽ കണ്ടതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതേ അടുത്തേക്ക് കിടക്കണം. അപ്പോൾ എന്താണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്ന് കിട്ടി. ഫാരഡേയുടെ അടുത്ത കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ബീക്കറുണ്ട്. ആദ്യത്തെ ഒരു ബീക്കറിൽ സോഡിയം ഉണ്ട്, മെറ്റാലിക് സോഡിയം ക്ലോറൈഡ് എന്ന് വിചാരിച്ചോ. അപ്പോൾ Na+ ഉണ്ട്. രണ്ടാമത്തെ ബീക്കറിലാണെങ്കിൽ കാൽസ്യം ഉണ്ട്. മൂന്നാമത്തെ ബീക്കറിലാണെങ്കിൽ അലുമിനിയം ഉണ്ട്. അലുമിനിയത്തിൻ്റെ ഒരു സാൾട്ട് ഉണ്ട്. ആരെങ്കിലും ആയിക്കോട്ടെ. ഇവരെല്ലാവരും ഞാനൊരു സീരീസ് കണക്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. എന്താ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത? ഒഴുകണ കറണ്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കും, ഒഴുകണ ചാർജ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ഇതിൽ കൂടെ ഒരു ഫാരഡേ ഒഴുകണമെന്ന് വിചാരിക്കുക. ഒരു ഫാരഡേ ഒഴുകുമ്പോൾ നമുക്കറിയാം ഒരു സോഡിയം ഒരു ഇലക്ട്രോൺ, അതായത് ഒരു ഇലക്ട്രോൺ മീൻസ് ഒരു ഫാരഡേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാം കിട്ടി? 23 ഗ്രാം കിട്ടും. നമുക്ക് ആറ്റോമിക് ഭാരം അറിയാം സോഡിയത്തിൻ്റെ. അപ്പോൾ ഒരു ഫാരഡേക്ക് എത്ര ഗ്രാം കിട്ടി? 23 ഗ്രാം സോഡിയം കിട്ടി. ഇനി ഒരു കാൽസ്യം 2+, അതിന് നമുക്ക് 2 ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ വേണമെന്നറിയാം, എന്നാലേ അത് കാൽസ്യം ആവുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ വെയിറ്റ് എത്ര? 40 ഗ്രാം എന്ന് കിട്ടുക. അപ്പോൾ 2 ഫാരഡേക്ക് 40 ഗ്രാം. അപ്പോൾ ഒരു ഫാരഡേക്ക് 20 ഗ്രാം. ഇതുപോലെ ഒരു Al3+, 3 ഇലക്ട്രോൺ കിട്ടിയാൽ Al. അങ്ങനെയാണെങ്കിൽ 3 ഫാരഡേക്ക് 27 ഗ്രാം. അപ്പോൾ 1 ഫാരഡേക്ക് 9 ഗ്രാം അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിലും കിട്ടിയ വെയിറ്റ് ഇവിടെ 23 ഗ്രാം കിട്ടി, ഇവിടെ 20 ഗ്രാമേ കിട്ടുള്ളൂ, ഇവിടെ 9 ഗ്രാമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആരാ സോഡിയം, ഇവിടെ ആരാ കാൽസ്യം, ഇവിടെ ആരാ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിലും കിട്ടിയ ഭാരങ്ങൾ വ്യത്യസ്തങ്ങളല്ലേ? എന്തുകൊണ്ടാണ് ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാരം കിട്ടിയതെന്ന് വെച്ചാൽ അത് ഈ ചാർജിന് ആനുപാതികമായിട്ടുള്ള ഭാരമല്ലേ കിട്ടിയത്. ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് അല്ലേ, ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് അല്ലേ. അപ്പോൾ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വിവാലൻ്റ് വെയിറ്റ്. ഈക്വലൻ്റ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആറ്റോമിക വെയിറ്റ് ബൈ ചാർജ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും കിട്ടിയ വെയിറ്റ് എത്രയാണോ അത് അവരുടെ ഈക്വലൻ്റ് വെയിറ്റിന് നേരെ ആനുപാതികമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പ്രൊപ്പോർഷണൽ ടു ഡബ്ല്യു. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. അപ്പോൾ ഇനി അത് ലോ പ്രകാരം പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി ഇക്വേഷൻ ലെവലിലേക്ക് പഠിക്കാൻ നിസ്സാര കാര്യമുള്ളൂ. നമ്മൾ പറയുന്നത് ഇത്രയ്ക്കുള്ള ഒന്നുകിൽ ഈ പ്രൊപ്പോർഷണൽ ടു ഡബ്ല്യു എന്ന് എഴുതുക. ഈ എന്ന് പറഞ്ഞാൽ എന്ത് വെയിറ്റാണ്? ഈക്വലൻ്റ് വെയിറ്റ്. അല്ലെങ്കിൽ E1/E2 ഈക്വൽ ടു W1/W2. ഫിസിക്സിൽ കെമിസ്ട്രിക്ക് ഒരുപോലെ ഉപകാരപ്രദമാണ്.
ഇനി അതിൻ്റെ തിയറി ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചാർജ് വ്യത്യസ്ത ഇലക്ട്രോലൈറ്റുകൾ ഒഴുകിയാൽ ഓരോന്നിലും എത്ര ഗ്രാം വീതം കിട്ടും എന്നുള്ളത് അവരുടെ ഈക്വലൻ്റ് വെയ്റ്റിന് നേരെ ആനുപാതികമായിരിക്കും. വെൻ സെയിം ചാർജ് സെയിം ടൈം പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് the mass of substance deposited in each electrode is directly proportional to their equivalent weight. കേട്ടല്ല? അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാളൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇനി പ്രോബ്ലത്തിൻ്റെ സഹായത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യും. അപ്പോൾ നേരത്തെ കാണിച്ചെന്ന കഥകൾ നേരത്തെ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞത് കാണിച്ചു തന്നത് നിങ്ങളുടെ ഒരു കരിയറും കൂടിയിട്ടാണ്. അത് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രീനെ കൊണ്ടുവരുന്നത്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിട്ടാണ് നമ്മൾ ഫാരഡേയുടെ ലോ അപ്ലൈ ചെയ്തത്. കേട്ടല്ലോ? അപ്പോൾ അത്ര മതി. വേറിട്ട കാഴ്ചകൾ ഇനിയും കാണിച്ചു തരാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരുന്നത് മാത്രമല്ല, ഇതെങ്ങനെയാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് മാറ്റുക എന്നതൊക്കെ കൂടിയിട്ടാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പ്രോബ്ലത്തിൽ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്ര മതി.